എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UK, അയർലൻഡ്, സ്പെയിൻ, സിംഗപ്പൂർ, USA, കാനഡയുടെ പ്രൊവിൻസസ് ആയ ബ്രിട്ടീഷ് കൊളംബിയ ആൻഡ് ഒണ്ടാരിയോ ഇവിടെ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സുമാർക്ക്, ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് ഒരു സൂപ്പർ ഹാപ്പി ന്യൂസുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതായത് നിങ്ങൾ ഈ കൺട്രിയിൽ 2017 ജനുവരി 1 മുതൽ 1800 മണിക്കൂർ വർക്കിംഗ് അവേഴ്സ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ എക്സാമുകളും ഇല്ലാതെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഒരു അവസരം ഓപ്പൺ ആവുകയാണ്. 2025 ജനുവരി 27 ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്. പറഞ്ഞ 6 കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് ഒരുപാട് ഉപകാരപ്രദമായ ഒരു നിയമമായിരിക്കും ഇത്. കാരണം ഞാനൊക്കെ ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ട് അത് ഓസ്ട്രേലിയനായിട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ്ങിൽ കൂടിയൊക്കെയാണ് കടന്നു വന്നത്. ഇത് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് ഒഫീഷ്യലി ഓപ്പൺ ആകാൻ പോകുന്നത് 2025 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. എക്സാമുകൾ അറ്റൻഡ് ചെയ്യേണ്ട എങ്കിലും ഓസ്ട്രേലിയൻ ട്രെയിൻഡ് നഴ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ റെഗുലേറ്ററി റിക്വയർമെന്റ്സും ഇന്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിനും മാൻഡേറ്ററി ആയിട്ട് ബാധകമാണ്. ഇതിലൊന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്. IELTS, OET, PTE ഇതിലേതെങ്കിലും ഒന്ന് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ പാസ്സായിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു വർക്ക് എക്സ്പീരിയൻസ് ലെറ്റർ ഉണ്ടായിരിക്കണം. 2 പാത്വേ ആയിട്ട് കൺസിഡർ ചെയ്യുക. പാത്വേ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 6 കൺട്രീസിൽ ഏതെങ്കിലും ഒന്നിൽ തന്നെ നിങ്ങൾ പഠിച്ച് അവിടെ തന്നെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ട് 1800 മണിക്കൂർ 2017 ജനുവരി 1 മുതൽ നിങ്ങൾ വർക്കിംഗ് അവേഴ്സ് ഉള്ളവർ. ഇനി പാത്വേ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ പഠിച്ച് പാസ്സായിട്ട് ഈ രാജ്യങ്ങളിൽ വന്ന് രജിസ്ട്രേഷൻ എടുത്തിട്ട് ഈ ഒരു കാലയളവിനുള്ളിൽ 1800 മണിക്കൂർ കവർ ചെയ്തിട്ട് പാത്വേ 1, പാത്വേ 2 ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുക. ഇതൊരു ഫാസ്റ്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സായി കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ പേപ്പർ വർക്കിൻ്റെ ഒക്കെ ഡ്യൂറേഷൻ 6 to 12 months ആക്കി കുറച്ചിട്ടുണ്ട്. ആഫ്റ്റർ 12 മന്തിനുള്ളിൽ ഇവർ ഈ പ്രോസസ്സ് ഒന്നുകൂടെ റിവ്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല 12 മന്ത് കഴിയുമ്പം ഈ ഒരു പ്രോസസ്സ് അവർ കണ്ടിന്യൂ ചെയ്യുമോ അതോ നഴ്സുമാരുടെ വേക്കൻസി ഫില്ലായി കഴിയുമ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യുമോ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം എല്ലാവരും ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള രജിസ്റ്റേർഡ് നഴ്സുമാർ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.